ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലൂടെയുള്ള ഒരു കനാൽ വണ്ടിയിലൂടെ ഭൂതത്താൻകെട്ട് വഴിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കനാലുകൾ രണ്ടായി പിരിയുന്നൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അടിയോടി എന്നാണ്. അടിയോടി എന്നുള്ള പേര് കേട്ട ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. KG അടിയോടി തന്നെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹമാണ് ആ ഒരു സംവിധാനം അവിടെ ഉദ്ഘാടനം ചെയ്തത്. അത് 1970കളുടെ ആദ്യമൊട്ടെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു കനാൽ രണ്ടായിട്ട് തിരിഞ്ഞ് ഒരു ഭാഗം ഹൈ ലെവൽ എന്ന പേരിൽ കോലഞ്ചേരി സൈഡിലേക്കും മറ്റൊരു ഭാഗം മെയിൻ കനാൽ എന്നുള്ള പേരിൽ അമ്പലമുകൾ ഭാഗത്തേക്ക് റിഫൈനറിക്കൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തുന്നതിനുമായിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. ഈ രണ്ട് കൈവഴികളും പോകുന്ന അത്രയും സ്ഥലങ്ങൾ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടാണ് ഈ കനാലുകളുടെ യാത്ര. അതായത് ശരിക്കും എറണാകുളം ജില്ലയുടെ ഒരു ജീവനാഡിയാണ് ഈ ഒരു കനാൽ. ഞാനിപ്പോൾ പോകുന്നത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു തൂക്കുപാലം കാണുന്നതിനായിട്ടാണ്. ഈ ഒരു റൂട്ടിലുള്ള പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെയുള്ള കുറച്ച് മലനിരകളുടെ കാഴ്ചകളാണ്. ഈ മലയുടെ മുകളിലൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല എല്ലാം കരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ്. കുറച്ച് അകലെയായിട്ടോ മല. ഇപ്പോൾ അതുപോലെ പുന്നക്കാട് ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്രിസ്ത്യൻ പള്ളി. അതായത് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ളതിലെ ഏറ്റവും വലിയ പള്ളിയാണതെന്ന്. അതുപോലെ ഇവിടെ നിറച്ച് റബ്ബർ തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള റിമോട്ട് ഏരിയ ആണ്. ഇതാ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഒരു KSRTC ബസ് വരുന്നത് കണ്ടില്ലേ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന യാത്രോപാധി എന്ന് പറയുന്നത്. ഏകദേശം ഒരു ദിവസം 8 ട്രിപ്പ് ഈ പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വഴി ചാരുപാറ എന്ന സ്ഥലത്തേക്ക്, അത് നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലത്തിന് മുമ്പിലൂടെയാണ് പോകുന്നത്, തിരിച്ചും. അങ്ങനെ മൊത്തം 16 ട്രിപ്പ് ആണ് ഒരു വണ്ടിക്ക് ഒരു ദിവസം ഉള്ളത് കേട്ടോ. ഈ ഇഷ്ടം പോലെ റബ്ബർ എസ്റ്റേറ്റുകളും മിക്കവാറും എല്ലാവരുടെയും അധികം കൃഷിക്കാരാണ് ഇവിടെ ഉള്ളത്. കൂടുതലായിട്ടും റബ്ബർ തന്നെയാണ്. പിന്നെ അല്ലാതെ ഉള്ള കൃഷി സ്ഥലങ്ങളും ഉണ്ട്. അതുപോലെ വാഴ കൃഷിയുണ്ട്. അങ്ങനെ കുറേ കൃഷികളും ഉണ്ട്. പക്ഷേ റബ്ബറാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. അതേപോലെ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ, അതൊക്കെ പെരിയാറിൽ നിന്നും വെള്ളം കയറി കിടക്കുന്ന ക്ലിഫ് പോലെയുള്ള ഒരു പ്രദേശങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അന്നേരം ആ സംഭവം കാണുന്നതിനായിട്ട്. പക്ഷേ ഇപ്പോൾ അത് ഒക്കെ വെള്ളം 2 ദിവസമായിട്ട് വെള്ളം അവിടെ താഴ്ത്തിയിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു ഇടവഴിയിലൂടെ കയറിപ്പോന്നു. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പെരിയാറിൻ്റെ ആ ഒരു വശ്യഭംഗി ശരിക്കും കാട്ടിലൂടെ ഒഴുകി വരുന്ന പെരിയാറിൻ്റെ ആ ഒരു ഭംഗി കാണാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതിനായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോയി നമ്മൾ ആദ്യം ആ ക്ലിഫ് തുടങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ് ചെന്ന് തരുന്നത്. 2 സൈഡിൽ കുറേ വെള്ളം കയറി കിടന്നത്. ശരിക്കും കഴിഞ്ഞ ദിവസമാണെങ്കിൽ വളരെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ആ ഒരു സംഭവം. പെരിയാർ ഒഴുകുന്ന കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ചെന്ന് ഇതിൻ്റെ ഉള്ളിൽ 1-2 റിസോർട്ടുകളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങോട്ടുള്ള വഴിയായിരിക്കും. ഇതിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ വന്നത്. ഏതായാലും ആ വഴിയുടെ 2 സൈഡിലെയും കാഴ്ചകൾ നല്ല പച്ചപ്പ്, ഇഷ്ടം പോലെ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച്, അതിൻ്റെ ഉള്ളിൽ റബ്ബർ തോട്ടം തന്നെയാണ്. വലിയ മുതലാളിയുടെ ഒരു എസ്റ്റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും സ്ഥലങ്ങളുണ്ട്. 20-30 ഏക്കർ ഉള്ള റബ്ബർ എസ്റ്റേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതേപോലെ ഇതുപോലെയുള്ള ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളും പെരിയാറിൽ നിന്നുള്ള ശരിക്കും പെരിയാറിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ കൂടിയാണ് ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ നമ്മൾ വെള്ളം ശരിക്കും പിടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം എന്തോ ആവശ്യത്തിന് വെള്ളം താഴ്ത്തിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പെരിയാറിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരിയാറിൻ്റെ ഈ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, അതായത് ശരിക്കും ആ കാടിൻ്റെ മേടിൻ്റെ ആ പാട്ടിൽ പറയുന്ന പോലെ തന്നെ അതിമനോഹരിയായിട്ട് വരുന്ന പെരിയാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു അടിപൊളി റിസോർട്ടിൻ്റെ കാഴ്ചകളുണ്ട്. ഇതൊരു ബാർ ഹോട്ടലും കൂടെയാണ്. തപോവൻ എന്നാണ് ഇതിൻ്റെ പേര്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ റബ്ബർ തോട്ടങ്ങളുടെ മാത്രം കാഴ്ചകളാണ്. അതിൻ്റെ
ഉള്ളത്. ഈ ഒരു റോഡ് ശരിക്കും പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നേര്യമംഗലം വരെ പോകുന്ന ഒരു റോഡാണ്. ശരിക്കും ഇത് കോതമംഗലത്ത് നിന്ന് നമുക്ക് മൂന്നാറിന് പോണ വഴിക്ക് ഈ ഒരു വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ലാഭിക്കാം. കാരണം ആ ഹൈവേയിലെ തിരക്ക് നമുക്ക് ഒഴിവാക്കിക്കിട്ടും. ഹൈവേയിൽ ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പല സ്ഥലത്തും ബ്ലോക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിക്ക് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാണുന്ന ഇഞ്ചത്തൊട്ടി പാലം തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇഞ്ചത്തൊട്ടിയിലെ ആ തൂക്കുപാലം. പിന്നെ വേറെ രണ്ടാമത്തത് പൂത്താൻകെട്ടാണ്. അതിന് മുമ്പുള്ള കീരമ്പാറ എന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുള്ള വഴിയെ കൃത്യമായിട്ട് ഒന്നുകൂടെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഏതായാലും നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെരിയാറിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കിട്ടുന്ന വേറൊരു സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മൾ ആ എയറിൽ നിന്ന് പെരിയാറിൻ്റെ കാഴ്ചകൾ, ആ വശ്യത ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. വർണ്ണിക്കുവാൻ വാക്കുകളില്ലാതെ വരുന്ന ഈ കാഴ്ചകൾ, ഈ മനോഹര കാഴ്ചകൾ ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും രസകരമായിട്ട് നമുക്ക് ആ പർവ്വതനിരയുടെ പനിനീരായി ഒഴുകുന്ന ആ പെരിയാറിൻ്റെ ഒരു കാഴ്ചകൾ, ഇത്രയും മനോഹാരിത വേറെ എങ്ങുമില്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നല്ല കട്ടിയുള്ള വടങ്ങൾ, ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഇത് ഈ ഇഞ്ചത്തൊട്ടി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. കോതമംഗലത്തു നിന്നുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയ ശേഷം ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്പുറമുള്ള ഗ്രാമത്തിലെ ആൾക്കാർ ടൗണിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പാലത്തേരം കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏകദേശം പകുതി വരെ എനിക്ക് ആ സമയത്ത് പോകാൻ സാധിച്ചിരുന്നുള്ളൂ. ഏതായാലും ഇതിൻ്റെ നടുക്ക് നിന്നും നോക്കുമ്പോൾ ഇത്രയും സുന്ദരമായിട്ട് നമുക്ക് പെരിയാർ വേറെ എങ്ങും പെരിയാറിൻ്റെ ഒരു കാഴ്ച കിട്ടാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ ആ പെരിയാറിന് നടുക്ക് എയറിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏകദേശം പെരിയാറിലെ ആ ജലനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 25-30 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു നിർമ്മിതി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള, ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ ആ പർവ്വതനിരയുടെ ആ ഒരു കാഴ്ചകളും ഒക്കെ വളരെ അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഇതേപോലെ ഒരു കാഴ്ച ശരിക്കും ഒരു പക്ഷേ പല ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇത്രയും ഒരു വളരെ ശാന്തമായിട്ടുള്ള പ്രദേശത്ത് ഇതുപോലൊരു നിർമ്മിതി ഒരു പക്ഷേ പഞ്ചായത്ത് ഇതുകൂടെ ഇവിടുത്തെ ഒരു ടൂറിസം സാധ്യതയും കൂടെ കണക്ക് കൂട്ടിയായിരിക്കും ഈ കീരമ്പാറ പഞ്ചായത്ത് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതിപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ദിവസേന വരികയും ഈ കാനന ഭംഗി ആസ്വദിക്കുകയും ഈ പെരിയാറിൻ്റെ ഭംഗിയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ആ വെയിൽ ഏറ്റ് തിളങ്ങുന്ന ആ വെള്ളത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച വളരെ രസകരമാണ്. നമുക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും നിങ്ങൾ മൂന്നാറിന് പോവുകയാണെങ്കിൽ കോതമംഗലത്തിന് വന്നിട്ട് ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് തട്ടേക്കാട് വഴിക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം വരുമ്പോൾ കീരമ്പാറ എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു 3 കിലോമീറ്റർ കൂടെ പോയാൽ നിങ്ങൾക്ക് ഭൂതത്താൻകെട്ട് എന്ന അണക്കെട്ടിൻ്റെ സമീപമെത്താം. അവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷം അതേ വഴിയിലൂടെ തിരിച്ചു വന്ന് ഈ കീരമ്പാറയിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്ത്
ഒരു 4 കിലോമീറ്ററോളം കഴിയുമ്പോൾ പുന്നേക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് നേരെ പോകുന്നത് വനത്തിലൂടെ തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം. അതല്ല നിങ്ങൾ നേരെ മൂന്നാറിന് പോവുകയാണെങ്കിൽ നേരെ ഈ പുന്നേക്കാട് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 8 കിലോമീറ്റർ പോന്നിട്ടുണ്ടെങ്കിൽ അവിടെയായിട്ടാണ് ഈ ഒരു മനോഹര നിർമ്മിതി ഉള്ളത്. ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് ഇഞ്ചത്തൊട്ടി എന്നാണ്. തൊട്ടടുത്ത് ചാരുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് ആവോലിച്ചാൽ എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഈ വരുന്ന വാഹനത്തിൽ പോകാൻ നല്ല സൗകര്യങ്ങളുള്ള റോഡ് തന്നെയാണിത്. അപ്പോൾ അവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേര്യമംഗലം ഫാം ഹൗസിൻ്റെ അടുത്ത് എത്താം. ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്തെത്താം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് മൂന്നാർ വഴിയിലൂടെ നാഷണൽ ഹൈവേയുടെ നമുക്ക് യാത്ര തുടരുകയും ചെയ്യാം. ഏതായാലും ഞങ്ങൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിഫ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ശരിക്കും ഭൂത്താൻ ഘട്ട് ഡാമിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ കൂടിയാണ്. ഇപ്പോൾ മിക്കവാറും ഒരു വെള്ളത്തിൻ്റെ ശല്യമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പുഴയിലെ വെള്ളം താഴ്ത്തിയിരിക്കാനായിട്ട് ചെറുതായിട്ട് താഴ്ത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നല്ല തോതിൽ വെള്ളം ഈ ഒരു പ്രദേശത്തൊക്കെ ശരിക്കും വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളോട്ടോ. ശരിക്കും വെള്ളം കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല, നല്ല അടിപൊളി വൈബാണ് ആ ഒരു കാഴ്ചകളും കൂടെ ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ വെള്ളം താഴ്ത്തിയിരിക്കുന്നതുകൊണ്ടാവാം അത്രയും കൂടുതൽ വെള്ളം ഒന്നും കാണുന്നില്ല. ഏതായാലും ഇതിൻ്റെ അപ്പുറമുള്ള മലനിരകളുടെയൊക്കെ കാഴ്ചകൾ നമുക്ക് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലൂടെയാണ് വരുന്നതെങ്കിൽ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും നിങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്രക്കിടയിലോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു കാഴ്ചകൾ, ഈ മനോഹര കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കണം എന്നൊരു അപേക്ഷ കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ വീഡിയോയുടെ കാഴ്ചകളിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കിട്ടൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വച്ചേക്കുക. അതേപോലെ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും ഒക്കെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അടിയോടി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രകളാണ്. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.